ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ ചാനലും കുറച്ച് പുതിയ രീതിയിലുള്ള പഠന രീതിയും അവലംബിക്കുകയാണ്. CSEB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ചാനലായിരിക്കും ഇത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയുള്ള പഠനം നിങ്ങൾക്ക് എക്സാം നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണിത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി വർക്കിംഗ് റിസൾട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മൂലം നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ റിമൈനിങ് ആഫ്റ്റർ ദ വർക്കിംഗ് ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ്. ദ വാല്യൂ റിമൈനിങ് ആഫ്റ്റർ ദ വർക്കിംഗ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വർക്കിംഗ് ലൈഫിന് ശേഷം ആ അസറ്റിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ബുക്ക് വാല്യൂ, ഓപ്ഷൻ ബി ബ്രേക്കപ്പ് വാല്യൂ, ഓപ്ഷൻ സി മാർക്കറ്റ് വാല്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ബ്രേക്കപ്പ് വാല്യൂ. ഇതേ ബ്രേക്കപ്പ് വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്നും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ നോട്ട് പ്രൊവൈഡിങ് എനി ഡിപ്രീസിയേഷൻ ഓർ പ്രൊവൈഡിങ് ലെസ് ഡിപ്രീസിയേഷൻ ഓർ പ്രൊവൈഡിങ് മോർ ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. By not providing any depreciation or providing less depreciation or providing more depreciation is an example of. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയോ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയോ ഉള്ള ഡിപ്രീസിയേഷനെക്കാട്ടിലും കുറവായിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലാക്കുകയോ ചെയ്താൽ അത് എന്തിനുദാഹരണമാണ്? ഇതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, ഓപ്ഷൻ ബി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ സി മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ആൻസർ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ആൻസർ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sometimes heavy expenditure is incurred, the advantage of which will be derived years is known as. ചില സമയങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഹെവി എക്സ്പെൻഡിച്ചർ ഉണ്ടാകുകയും ഇതിൽ നിന്നുള്ള നേട്ടം വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ഏത് ടൈപ്പിലുള്ള എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത്. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ ബി റിട്ടേൺ ഔട്ട്വേർഡ്സ്, ഓപ്ഷൻ സി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ
ഓപ്ഷൻ ബി റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സിനെ നമുക്ക് പർച്ചേസ് റിട്ടേൺ എന്ന പേരിലും വിളിക്കാം. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത് റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻ എ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡ്രോയിങ്സ് അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ കൂട്ടുന്ന ഒന്നാണ്. ക്യാപിറ്റലിനെ ഒന്നുകൂടെ ക്യാപിറ്റൽ കൂടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഏതൊരു ലയബിലിറ്റി ആണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, നോർമലി ഡാഷ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. സാധാരണയായി ട്രയൽ ബാലൻസിൽ കാണാത്ത ഒന്ന് ഏതാണ്? ഓപ്ഷൻ എ ലോൺ ഫ്രം ബാങ്ക്, ഓപ്ഷൻ ബി ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്ഷൻ സി ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ ഡി പേറ്റൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി ക്ലോസിംഗ് സ്റ്റോക്കാണ്. ബാക്കിയുള്ള തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള എല്ലാ ഐറ്റംസും ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലാത്ത എല്ലാ ഐറ്റംസും ട്രയൽ ബാലൻസിൽ കാണപ്പെടുന്ന ഒന്നാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ കേസിൽ ട്രയൽ ബാലൻസിന് പുറത്തായിട്ടാണ് ഇടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് എ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വീതിച്ചു കൊടുക്കാത്ത പ്രോഫിറ്റ് സാധാരണയായിട്ട് എന്താണ്? ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി കണ്ടിജൻറ്റ് ലയബിലിറ്റി. തീർച്ചയായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ്. മുൻകൂട്ടി സ്വീകരിക്കുന്ന ഇൻകം എന്തിന് എക്സാമ്പിളാണ്? ഓപ്ഷൻ എ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി എക്സ്പെൻസ്, ഓപ്ഷൻ ഡി ലയബിലിറ്റി. മുൻകൂട്ടി സ്വീകരിക്കുന്ന ഇൻകം ഏതൊരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി തന്നെയായിരിക്കും, ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലയബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താണ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി നെറ്റ് പർച്ചേസസ്, ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി നെറ്റ് പ്രോഫിറ്റ്. ആൻസർ ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സജഷൻസും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. CSEB എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ GK, ഇംഗ്ലീഷ്, മാത്സ്, കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ ഇതിൻ്റെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് തുടർന്ന് ലഭ്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്